Hi, hello guys, welcome to my channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് nothing much, but I found my bag in my shelf. V3 ഞങ്ങൾ ശരിക്കും ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ എൻ്റെ കൈ കിട്ടിയ കുറേ സാധനങ്ങൾ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് പറക്കിയിട്ടുകൊണ്ട് വന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ ഹിയർ. ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. പിന്നെ ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയപ്പോഴാണ് ഈ ബാഗ് പുറത്തെടുക്കുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ വാട്ട്സ് ഇൻ ഇറ്റ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. വിത്ത് യു ഗൈസ് ഞാൻ നോക്കാൻ പോവാണ്. എനിക്കും അറിയത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റാപ്ലെയർ, പിന്നെ ഞാൻ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാമല്ലോ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു മഞ്ചാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. എനിക്ക് ആരൊക്കെയോ ഞാൻ പറഞ്ഞുതരാം. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ മെമ്മറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ യു ഗൈസ് ജോയിൻ വിത്ത് മീ. വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗെയിൻ. ജസ്റ്റ് ബി പാത്തു. സോ ബിഫോർ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുന്നതിന് മുന്നേ, ഐ ലവ് മൈ ഫാമിലി വെരി മച്ച്. ആൻഡ് ഓൾസോ ഫാമിലിയെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്വന്തം മദർ, ഫാദർ അങ്ങനെയല്ല. ദോസ് ഹൂ ആർ വിത്ത് മീ ഇൻ മൈ അപ്സ് ആൻഡ് ഡൗൺസ്, അവരെയാണ് ഞാൻ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവർ തരുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫൗണ്ട് മൈ, അയ്യോ ഇത് ഞാൻ കുറേ മിസ് ചെയ്തെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ അന്നത്തെ സമയത്ത് എന്താണ് എനിക്ക് റിലീഫ് വന്നിട്ടുള്ള ഒരു സാധനമാണിത്. ഓക്കെ, സോ ഇതിനകത്ത് ദർ ഇസ് ലോട്ട് ഓഫ് പേപ്പേഴ്സ് വിച്ച് ഐ ബ്രോട്ട് സംതിങ്. ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. എന്നിട്ട് അതിനകത്ത് എന്താണ് പറയുന്നത്, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. എഴുതി വെച്ചിട്ട് പേപ്പറിലെല്ലാം കുറേ പേപ്പേഴ്സ് ഉണ്ട്. എനിക്കൊന്നൊരു 10, 15, 20ഓളം പേപ്പേഴ്സ് ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ഒരെണ്ണം എടുത്തിച്ചു. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്, ഓ ഗോ സംവെയർ. പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, കാണത്തുണ്ടോ? അപ്പം പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അന്നായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ ഇതാണ് വന്നെങ്കിൽ അവർക്ക് ഞാൻ പോയിട്ടുണ്ട്. ഷബാന എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ ഇതിനകത്ത് ഓരോ ഡോണ്ട് ഓവർ തിങ്ക് കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സ്ലൈഡുകളൊക്കെ കിട്ടി. ഇതാ ഞാൻ മുടി ചീക്കുമ്പോഴും കെട്ടുമ്പോഴൊന്നും എനിക്ക് സ്ലൈഡൊന്നും കിട്ടുന്നില്ല. ഇത് എവിടെ പോയിന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത് ഇതിനകത്തുണ്ട് സ്ലൈഡൊക്കെ. പിന്നെ ഇത് അന്നത്തെ എൻ്റെ എൻ്റെ കൈ ചെയിൻ, ഐ ഫൗണ്ട് മൈ ബ്രേസ്ലെറ്റ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കീ ഇപ്പോഴും എൻ്റേതാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഈ കീയുടെ ഇത് കുത്തിയാൽ തുറക്കുന്ന ഒരു സാധനം എൻ്റെ ആ വീട്ടിലുണ്ട്. അത് തുറക്കാൻ പറ്റില്ല. ഈ കീ കിട്ടിയാലേ തുറക്കാൻ പറ്റും. സോ മൈ ഫാദർ കാൺട്ട് ഓപ്പൺ ഇറ്റ്. അതിനകത്ത് ലോട്ട് ഓഫ് സീക്രറ്റ്സ് ഉണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇത് തുറന്നിട്ട് അതിനകത്ത് വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് ഞാൻ വരും. അപ്പം താക്കോൽ എൻ്റെ കയ്യിലുണ്ട് ആശാരെ. ഓക്കെ, ദെൻ പൈസയൊക്കെ ഉണ്ട്. ഇത് ഞാൻ അപ്പം ആ സമയത്ത് എടുത്തിട്ടതായിരിക്കാം. ഇത് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. 2 മമ്മിയെ കാണിക്കണ്ട, മുട്ടായി വാങ്ങിക്കാം. അപ്പുറത്തൊരു കടയുണ്ട് ഗൈസ്. മമ്മി കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി 1 രൂപയ്ക്കും 2 രൂപയ്ക്കും കോപ്പിക്കോ വാങ്ങിക്കാറുണ്ട്. ആൻഡ് നൗ ഇതിനകത്തൊന്നുമില്ല. ഇതൊക്കെ ആരും ഇതിനകത്ത് പറക്കിയിട്ടെന്ന് എനിക്ക് ഞാനായിരിക്കും. ഓ സ്റ്റാപ്ലെയർ കണ്ടുപിടിച്ച് വലുത്. ഇത് ഇടയ്ക്ക് എൻ്റെ ബ്രദർ ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെയടി എൻ്റെ സ്റ്റേപ്ലർ. ഇതിനകത്തുണ്ടായിരുന്നു. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തില്ല, നീ എവിടെയെങ്കിലും കൊണ്ടിട്ട് കാണും എന്നൊക്കെ അവനെ ബ്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അനദർ സ്റ്റേപ്ലർ. എത്ര എണ്ണം ഞങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല, എല്ലാത്തിനും കൂടുതലായിരുന്നു എല്ലാം. I found this is my father's purse. Oh, I should give him back. ഇത് ഞാൻ എന്തിനാ എടുത്തിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. Should I give him back? Yeah, why not? Okay.
ഇത് ഞാൻ പോകുമ്പോൾ തിരിച്ചു കൊടുക്കും. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ പാത്തുക്കുട്ടി എനിക്ക് തന്നെ. ഇത് കല്യാണ ഇൻവിറ്റേഷൻ ലെറ്ററാണ്. പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? ദിസ് ഈസ് എ ഗിഫ്റ്റ് given by my പാത്തുക്കുട്ടി. She is my neighbor. She was my neighbor. Then my student, my sister, എല്ലാം അവളെല്ലായിരുന്നു. അവൾ മാത്രമല്ല, അവിടെ കുറേ കുറുമ്പന്മാരും കുറുമ്പികളും ഉണ്ടായിരുന്നു. യദു, പാത്തു, ആഫിയ, ആഷിഖ്, ഐ ലവ് യു ഓൾ ഗൈസ്, സഫാൻ, ആദിൽ, അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. കൊച്ചു കൊച്ചു കിറുങ്ങി പിള്ളേരുണ്ടായിരുന്നു. സോ അവരൊക്കെ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടും. ഞങ്ങൾ ഒരുമിച്ച് ഷട്ടിൽ കളിക്കുമായിരുന്നു, സൈക്കിൾ ചവിട്ടാൻ പോകുമായിരുന്നു, പിന്നെ ചുമ്മാ നടക്കാൻ പോകുമായിരുന്നു, കറങ്ങാൻ പോകുമായിരുന്നു. ദാറ്റ് വാസ് സൂപ്പർ ഡേയ്സ് ആയിരുന്നു അതൊക്കെ. ഞാൻ പറഞ്ഞുതരാം. അവൾക്ക് എത്ര വയസ്സുണ്ട്? 9 വയസ്സ് 8 വയസ്സോ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവൾ ഗിഫ്റ്റ് തന്നതാണിത്. വിച്ച് ഐ ടുക്ക്. ഞാൻ എടുത്തോണ്ട് വന്നു. ഇത് മാത്രമല്ല, ഇതിനകത്ത് കുറച്ച് ലെറ്റേഴ്സ് കണ്ടോ. June 10 മെനി മെനി ഹാപ്പി റിട്ടേൺ ഓഫ് ദ ഡേ. താത്ത എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ താത്ത ആണ് ഉദ്ദേശിച്ചത്. നമുക്ക് അവൾക്ക് പറ്റുന്ന പോലെ അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നത്. ഞാൻ ഇത് കൂടെ എടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ദാറ്റ്സ് എവ്രിതിങ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അത് എത്ര ചെറിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ, ഐ ലവ് ഇറ്റ്. സോ ഐ ടുക്ക് ഇറ്റ് വിത്ത് മീ. ഇനിയുണ്ട് ഇതിനകത്ത്. എനിക്കൊരു ഗ്രീറ്റിംഗ് കാർഡ്, ഇതിനകത്തൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്. ഞാൻ വായിക്കാം. ഈ ബർത്ത്ഡേ നല്ല സന്തോഷമുള്ളതാകട്ടെ. അവളെ കൊണ്ട് നല്ല നല്ല ബർത്ത്ഡേസ് ഞാൻ നേരുന്നു. കണ്ടോ, ആ സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കളയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ട് നടക്കുന്ന ഒരു ഗിഫ്റ്റാണിത്. ഞാൻ എവിടെ പോയി ഞാനിതുകൊണ്ട് മറന്നില്ല, എടുത്തുകൂടെ. പിന്നെ ഇതുകൊണ്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഗിഫ്റ്റ് തന്നു. ഐ ലവ് യു മോളെ. ഐ മിസ് യു സോ മച്ച്, സോ ബാഡ്ലി. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു ദിവസം. ദെൻ ഇതുകൊണ്ട് ഇങ്ങനെ കുറേ പേപ്പറിൽ വിഷിംഗ് യു എ സ്പെഷ്യൽ ഡേ ദാറ്റ് ഇസ് ആസ് വണ്ടർഫുൾ ആസ് യു ആർ. മെനി മെനി ഹാപ്പി റിട്ടേൺസ്. Hope you have a fabulous day and be sure to eat an extra slice of cake for me. Have a great birthday, Tata. I love you. 10/6/2021 എനിക്ക് അവൾ തന്നതാണ് കേട്ടോ. 2021 അവൾ എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. ദിസ് ഇസ് ദ ഗിഫ്റ്റ് ഫോർ മീ. അവളുടെയാണ്. അവൾക്ക് വാങ്ങിക്കാൻ വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് അവളുടെ എനിക്ക് തന്നു. ഐ ലവ് യു. സോ ദാറ്റ് വാസ് ഞാൻ ഒരിക്കലും മറക്കാത്ത എനിക്ക് കിട്ടിയ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റായിരുന്നു ഇത്. സോ ഐ ടുക്ക് ഇറ്റ്. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇത് മറക്കാതെ എടുത്തോളൂന്നതാണ്. പിന്നെ ഇത് മഞ്ചാടി. ഇതെനിക്ക് അഖില എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് +2 പഠിക്കുമ്പോൾ തന്നതാണ്. ഇതിൽ കുറേ മഞ്ചാടി ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ എവിടെയെങ്കിലൊക്കെ കിടപ്പുണ്ടാവും. തുറന്നിട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദിസ് മഞ്ചാടി. ദെൻ ഐ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇതെൻ്റെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുതന്ന സാധനമാണ്. സ്കെയിലാണ്. ഇതുപോലത്തെ കുറേ കളർ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇത് ഞാൻ കൂടെ എടുത്തു. പിന്നെ ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ആവശ്യം വരും. ഇതൊക്കെ എടുത്ത് മാറ്റം ഞാൻ മമ്മിയോട് പറയാം. ദെൻ ബ്രഷ്. ഇതെന്തിനാ ഞാൻ എടുത്ത് ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും. ദെൻ പാവും. ഇത് ഓർമ്മയുണ്ട് ഗൈസ്, നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ സാധനം? ഞാൻ ആദ്യം കാണുന്ന ഇതിന് എന്താ പറയുക എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. പക്ഷേ ഇതെൻ്റെ ബ്രദറിൻ്റെ ആയിരുന്നു. ഇതിപ്പോൾ ഓണാകത്തില്ല. ഇതെന്താ സാധനം? ഇതിനെന്താ പറയുക നിങ്ങൾ? എനിക്കറിയില്ല. ഇതിൽ ഗെയിമൊക്കെ കളിക്കാറുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞു ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. ഇത് ഞാൻ എത്രാം ക്ലാസ്സിലാണ്, വല്ല 4ലോ 5ലോ ഒക്കെ പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ കിട്ടിയൊരു എൻ്റെ ബ്രദറിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സാധനമാണ്. അത് നശിച്ചപ്പോൾ ഞാൻ കൈക്കലാക്കി. പിന്നെ
മമ്മിയുടെ അമ്മ അമ്മയുടെ സ്ലൈഡൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ട്. ഇതൊക്കെ എൻ്റെ അടുത്ത് എവിടെയാടി ഇത് ചോദിച്ചിട്ട് വഴക്ക് പറയായിരുന്നു. ഐ ഫൗണ്ട് ഇറ്റ് ഫൈനലി. അമ്മയുടെ സ്ലൈഡ് വീഡിയോ സ്ലൈഡ് പിന്നെ കുറേ സാധനങ്ങളുണ്ട്. വാച്ച് ഇതിനകത്ത് കിടന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതൊക്കെ വാരിപ്പറക്കി ഇതിനകത്തിട്ടായിരുന്നു. ഇതെല്ലാം വാരിക്കൊണ്ടുപോകുന്നത് ഇതൊക്കെ എന്നെ ഒരു രസം. എനിക്കോട് ഓർമ്മയ്ക്കായിട്ട് കൂടെ കൊണ്ട് നടക്കുകയല്ലേ വേണ്ടത്. അവിടെ കളഞ്ഞിട്ട് വന്ന് ഇതൊക്കെ ഏതിന്റെ ചാർജറാണ്? വേണ്ടാത്തതെല്ലാം വാരി കിട്ടിയോ? അടുത്ത സ്ലൈഡ് അല്ല, ഇത് നേരത്തെ എടുത്ത സ്ലൈഡാണ്. വേണ്ടാത്ത സാധനങ്ങളെല്ലാം അവിടെ വാരിക്കൊണ്ട് വന്നു, വേണമെന്നുള്ളതെല്ലാം അവിടെ കളഞ്ഞിട്ട് വന്നു. ഇതൊക്കെ എന്തിനു ഞാൻ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് വാപ്പ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് തൊട്ട് ഇതെന്റേതാണ്. മമ്മിയുടെ കുറെ ഓർണമെന്റ്സ് കൊള്ളാം. ഇതൊക്കെ ആരാ വാച്ച്? വാപ്പാടെ വാച്ചാണോ? ഓ, മൈ ഗ്രാൻഡ് ഫാദേഴ്സ് വാച്ച് ആയിരുന്നു. മോന് കൊടുത്ത ഗ്രാൻഡ് ഫാദേഴ്സ് വാച്ച്. മൈ ഗ്രാൻഡ് ഫാദർ ഹാസ് പാസ്ഡ് അവേ. ഇതും എന്റേതായി. ഇനി പിന്നെ സ്റ്റാപ്ലെയർ പിന്നെ വലുതാതെ ഞാൻ കണ്ടുപിടിച്ചു. അത് എവിടെയെങ്കിലും കാണും. ഇതുപോലെ വേറെ ഏതെങ്കിലും ബാഗിൽ കാണുമായിരിക്കും. പിന്നെ കുറെ ബാംഗിൾസ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങള്. ഇതൊക്കെ എന്തിനു ഞാൻ എടുത്തു? ഞാൻ പറഞ്ഞു, ഉപയോഗമില്ലാത്ത സാധനങ്ങളെല്ലാം വാരി കിട്ടുക, ഉപയോഗമുള്ളതെല്ലാം. ബ്രഷ്, പെൻസിൽ, അപ്സര പെൻസിൽ. അത്രേ ഉള്ളൂ. ദാറ്റ് വാസ് ഓൾ അബൌട്ട് മൈ ബാഗ്. then I found a മോതിരം. അത്രേ ഉള്ളൂ. So that was all about my bag. So there was a lot of memories in it. വേറെ ഒന്നുമില്ല. മിസ്സിംഗ് ആയിട്ടുള്ള കുറേ സാധനം ഞാൻ കണ്ടുപിടിച്ചു. സ്റ്റേപ്ലർ, ഇക്കാടെ പഴയ ഇതെന്താ ഐപ്പോഡെന്ന് എന്ത് പറയുന്നത്, അത്. പിന്നെ ഇതിനകത്ത് കുറെ പൈസയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില്ലറ പൈസ ഉണ്ട്. പിന്നെ ഇത് ബ്രഷ്, ഇതില് പല പല കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എടുക്കാൻ മറന്നില്ല. അതിനകത്തുണ്ട്. ഞാൻ പോകുമ്പോൾ എടുത്തോണ്ട് വരാം. ടെസ്റ്റും കുറെ ഉണ്ടായിരുന്നു. So that was all about today's video. Hope you guys enjoyed it. സാരിയോ? കല്യാണ സാരി. യെസ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അന്ന് ഞാൻ എടുത്തില്ല. എൻ്റെ കുറെ കുരുകുന സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിൽ പറക്കിയിട്ട് ഇനി ഒരു ബാഗും കൂടി ഉണ്ട്. അത് ഞാൻ വേറൊരു ദിവസം ഫ്രീ ആണ്, പക്ഷേ വേറൊരു ദിവസം എടുക്കാം. So this was all about today's video, guys. Hope you guys enjoyed. Don't forget to subscribe, like, share. Okay, bye.